ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സൂറത്തുൽ ഖദർ വചനം 1 ആശയം. നിശ്ചയം ലൈലത്തുൽ ഖദറിലാണ് നാം ഖുർആനിനെ ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു ജല്ല ജലാലുഹു 7-ാം ആകാശത്തിലെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിനെ 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നാകയായി ഇറക്കി. ശേഷം ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് 23 വർഷം കൊണ്ട് ഓരോരോ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദർ എന്ന പേര് വെക്കപ്പെടാൻ കാരണം വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള മരണം, അവധി, ഭക്ഷണം, മറ്റ് കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്ന ദിവസമായതുകൊണ്ടാണ്. കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പ്രസ്തുത കാര്യങ്ങളെ അള്ളാഹു ജല്ല ജലാലുഹു മലക്കുകൾക്ക് വെളിവാക്കി കൊടുക്കുകയും ഓരോ മലക്കുകളോടും അവരുടെ ജോലികൾ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രസ്തുത കാര്യങ്ങളെ മുദബ്ബിറാത്തുൽ ഉമൂറിൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണത്. ആ പ്രശസ്ത മലക്കുകൾ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുന മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുന ഇസ്രാഫിൽ അലൈഹിസ്സലാം, സയ്യിദുന അസ്രായിൽ അലൈഹിസ്സലാം എന്നീ 4 പേരാണ്. ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ കാരണം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ജല്ല ജലാലുഹു മലക്കുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: രക്തം ചിന്തുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുകയും തഖ്ദീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം. തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദമഹ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ലൈലത്തുൽ ഖദറിലൂടെ അല്ലാഹു ജല്ല ജലാലുഹു മലക്കുകൾക്ക് അത് വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാരണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അടുത്തപ്പോൾ ഈ സമുദായത്തെ വിട്ടുപിരിയുന്നതോർത്ത് അവിടുന്ന് ദുഃഖിക്കുകയും കരയുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദുനിയാവിൽ നിന്ന് പോയാൽ അള്ളാഹുവിൻ്റെ സലാം ആരാണ് ഈ സമുദായത്തിന് എത്തിച്ചു കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഈ മനസ്സകം വേദനിച്ചപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു ഈ ആയത്തിറക്കി സന്തോഷിപ്പിച്ചു. തനസ്സലുൽ മലായികത്തു വറൂഹ്. മലക്കുകളും റൂഹും ഇറങ്ങും. മലക്കുകൾ അവർക്ക് എൻ്റെ സലാം എത്തിച്ചു കൊടുക്കും. അവർക്ക് ഞാൻ സലാം തടയുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹബീബെ അങ്ങ് ദുഃഖിക്കണ്ട. ഹത്താ യബ്ലഉ സലാമി വലാ അംനഹു അൻഹും ഫലാ തഹ്സന യാ ഹബീബി. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദറിലെ പ്രഭാതം പുലരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, മലക്കുകളെ നമുക്ക് യാത്ര തിരിക്കാം. യാ മാശറൽ മലായികത്തി റഹീൽ റഹീൽ. മലക്കുകൾ ചോദിക്കൂ, യാ ജിബ്രീൽ, അല്ലാഹു ജല്ല ജലാലുഹു ഈ രാത്രിയിൽ മുഹമ്മദീയ സമുദായത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? മലക്കുകൾ മറുപടി പറയൂ, അല്ലാഹു ജല്ല ജലാലുഹു അവരിലേക്ക് കാരുണ്യത്തോടെ നോക്കുകയും അവർക്ക് മാപ്പ് ചെയ്യുകയും പാപമോചനം നൽകുകയും ചെയ്യുന്നതാണ്, 4 വിഭാഗത്തിനൊഴികെ. ആരാണവർ? 4 വിഭാഗം. 1 മദ്യപാനശീലമാക്കിയവർ, 2 മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ, 3 കുടുംബബന്ധം മുറിച്ചവർ, 4 ശത്രുത വെക്കുന്നവർ. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗ്ഗത്തിനടുത്ത് 7-ാം ആകാശത്തിൻ്റെ അതിർത്തിയിലാണ് സിദ്റത്തുൽ മുൻതഹ സ്ഥിതി ചെയ്യുന്നത്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെ അതിർത്തിയാണത്. അതിൻ്റെ തണ്ട് സ്വർഗ്ഗത്തിലും കൊമ്പുകൾ കുർസിയിന് താഴെയുമാണ്. അതിലുള്ള മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അവരതിൽ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനം അതിൻ്റെ മധ്യത്തിലാണ്. പ്രസ്തുത മലക്കുകൾക്ക് സത്യവിശ്വാസികളോട് ദയയും കാരുണ്യവും അള്ളാഹു നൽകിയിരിക്കുന്നു. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അവരും ഇറങ്ങുന്നതാണ്. സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ സുജൂദോ ഖിയാമോ ചെയ്യാത്ത ഒരു സ്ഥലവും ഭൂമിയിലുണ്ടാകില്ല. അന്ന് മുസാഫഹത്ത് ചെയ്യാതെ മനുഷ്യരിൽ ഒരാളെയും ജിബ്രീൽ അലൈഹിസ്സലാം ഒഴിവാക്കുകയുമില്ല. ഒരാളുടെ തൊലികൾക്ക് രോമാഞ്ചം അനുഭവപ്പെടുകയും കൽബ് മയപ്പെടുകയും കണ്ണു നിറയലുമാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫത്ത് ചെയ്യുന്നതിൻ്റെ അടയാളം. ആ രാത്രിയിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് 3 തവണ പറഞ്ഞാൽ, ഒന്നുകൊണ്ട് അള്ളാഹു പാപമോചനം നൽകുകയും 2ാമത്തേത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും 3ാമത്തേത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ തേടുന്നുവെങ്കിൽ അവസാന 10 ഒറ്റയിട്ട രാത്രികളിൽ അതിനെ തേടട്ടെ.
ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ലൈലത്തുൽ ഖദർ 27 ആണെന്നാണ്. വല്ലദി അലൈഹിൽ മുഅല്ലമു അന്നഹ ലൈലത്തുസ് സ്വാബി വൽ ഇശ്രീൻ. ലൈലത്തുൽ ഖദർ 27 ആണെന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന 2 തെളിവുകളുണ്ട്. ഒന്ന്, എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 2, സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദറിൻ്റെ സൂചനയായി കൊടുത്ത ഹിയ എന്ന പദം 27ാമത്തെ പദമാണ്. പ്രസ്തുത സൂറത്തിൽ ആകെ 30 വാക്കുകളാണ് ഉള്ളത്. പ്രസ്തുത ദിവസം 27 ആണെന്ന് പറയുന്നവരുടെ മറ്റൊരു തെളിവ്, ലൈലത്തുൽ ഖദർ എന്നത് 9 അക്ഷരങ്ങളാണ്. ഇത് 3 തവണയാണ് സൂറത്തുൽ ഖദറിൽ ആവർത്തിച്ച് വന്നത്. 3 9കൾ കൂട്ടിയാൽ ലഭിക്കുന്ന ഉത്തരം 27 എന്നാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമുള്ള പ്രായം ചെന്നൊരു വയോധികനാണ്. അതിനാൽ അള്ളാഹു എനിക്ക് ലൈലത്തുൽ ഖദറിൽ തൗഫീഖ് നൽകിയേക്കാവുന്ന ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചാളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 27 ഇബാദത്ത് ചെയ്യുക. മഹാനായ ഇമാം ഹസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, റമളാനിലെ ആദ്യ ദിവസം ഏതാണെന്നതനുസരിച്ച് ലൈലത്തുൽ ഖദറിനെ മനസ്സിലാക്കാം. ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് റമളാൻ തുടങ്ങുന്നതെങ്കിൽ 29 രാവിലും, തിങ്കളാഴ്ചയാണെങ്കിൽ 21 രാവിലും, ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയോ ആണെങ്കിൽ 27 രാവിലും, വ്യാഴാഴ്ചയാണെങ്കിൽ 25 രാവിലും, ശനിയാഴ്ചയാണെങ്കിൽ 23 രാവിലുമായിരിക്കും ലൈലത്തുൽ ഖദർ. അഷൈഖ് അബുൽ ഹസനുൽ ബക്കരി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രായപൂർത്തിയായത് മുതൽ ഈ കണക്കനുസരിച്ച് എനിക്ക് ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടിട്ടില്ല. ലൈലത്തുൽ ഖദർ മറച്ചു വെക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ പലതും അള്ളാഹു ജല്ല ജലാലുഹു മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം ഇബാദത്തിൽ മറച്ചു വെച്ചു, എല്ലാ ഇബാദത്തിലും താല്പര്യമുണ്ടാകാൻ. അള്ളാഹുവിൻ്റെ കോപം പാപത്തിൽ മറച്ചു വെച്ചു, എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം മറച്ചു വെച്ചു, എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ. ഇസ്മുൽ അള്ളാമിനെ മറച്ചു വെച്ചു, എല്ലാ ഇസ്മുകളെയും ബഹുമാനിക്കാൻ. മരണസമയം മറച്ചു വെച്ചു, എപ്പോഴും പേടിയോടെ ജീവിക്കാൻ. ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, പ്രസ്തുത രാത്രി എന്നാണെന്ന് വ്യക്തമാക്കി തന്നു എന്ന് സങ്കല്പിക്കുക. അതിൽ ഒരാൾ നന്മ ചെയ്താൽ അയാൾക്ക് 1000 മാസത്തെ പ്രതിഫലം ലഭിക്കും, തെറ്റു ചെയ്താൽ 1000 മാസത്തെ കുറ്റവും ലഭിക്കും. കാരണം ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാണല്ലോ അവൻ തെറ്റു ചെയ്തത്. അപ്പോൾ അവൻ കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അടിമയെ ശിക്ഷിക്കേണ്ട എന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് വ്യക്തമാക്കി തരാതിരുന്നത്. കാരണം വിവരമില്ലാതെ തെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രശ്നം വിവരമുള്ളതോടുകൂടെ തെറ്റ് ചെയ്യുന്നതാണല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഉറങ്ങുന്ന ഒരാളെ കണ്ടപ്പോൾ സയ്യിദുന അലി കറമല്ലാഹു വജ്ഹഹു തങ്ങളോട് പറഞ്ഞു, യാ അലി, അയാളെ വിളിച്ചുണർത്തി വുളൂഹ് ചെയ്യാൻ പറയൂ. അലി റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചുണർത്തി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവിടുന്ന് നന്മകളിലേക്ക് ഉദ്ധരിപ്പിക്കുന്നവരാണല്ലോ, പിന്നെ എന്താ അയാളെ ഉണർത്താൻ എന്നോട് കൽപ്പിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ നിങ്ങളുടെ കൽപ്പനയ്ക്ക് തടസ്സം നിന്നാൽ അത് സത്യനിഷേധമാകില്ല. ഒരുപക്ഷെ അയാൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റം ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ഇപ്രകാരമാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം നീ ഇതിനോട് ചേർത്ത് വായിച്ചോ. മൂന്നാമത്തത്, ഇബാദത്ത് ചെയ്യുന്നതിൽ കഠിന പരിശ്രമം നടത്താൻ. അപ്പോൾ ആ കഠിന പരിശ്രമത്തിൻ്റെ പ്രതിഫലം അവൻ ലഭിക്കുമല്ലോ. ഇനി നാലാമത്തെ, ഏത് ദിവസമാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ ലൈലത്തുൽ ഖദർ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അടിമകൾ എല്ലാ രാത്രിയിൽ ഇബാദത്തിൽ കഠിന പരിശ്രമം നടത്തും. അപ്പോൾ അള്ളാഹു ജല്ല ജലാലുഹു മലക്കുകളോട് അവരെക്കുറിച്ച് മേന്മ പറയൂ. ഈ മനുഷ്യരെ കുറിച്ചായിരുന്നു നാശമുണ്ടാക്കുന്നവരെന്നും രക്തം ചൊരിക്കുന്നവരെന്നും നിങ്ങൾ പറഞ്ഞിരുന്നത്. ലൈലത്തുൽ ഖദർ എന്ന ഊഹത്തിൻ്റെ പേരിൽ മാത്രം ഇവർ ഇത്രയും കഠിന പരിശ്രമം നടത്തുന്നുമെങ്കിൽ ലൈലത്തുൽ ഖദർ എന്താണെന്ന് ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്താൽ അവരുടെ ഇബാദത്ത് എങ്ങനെയുണ്ടാകും? അപ്പോഴാണ് അള്ളാഹു ജല്ല ജലാലുഹു പറഞ്ഞ വാക്കിൻ്റെ രഹസ്യം മനസ്സിലാവുക. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വിശ്വസിച്ചും പ്രതിഫലം തൃപ്തി ആഗ്രഹിച്ചും ലൈലത്തുൽ ഖദറിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാല പാവങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. വരണമയമില്ലാതെ രാവിലെയും വൈകുന്നേരവും തള്ളി നീക്കുന്ന എത്ര യുവാക്കളാണ്. അവൻ്റെ കഫൻ പുടവ തുന്നപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷേ അതവൻ അറിയുന്നില്ല. ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പ്രായം ചെന്നവരാണ്. ഖബറിലെ ഇരുട്ട് അവരെ പിടികൂടിയിരിക്കുന്നു.
എത്ര ഇണകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവരെ അണിയിച്ചൊരുക്കപ്പെടുന്നു. എന്നാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അവരുടെ ആത്മാവിനെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു, ലൈലത്തുൽ ഖദർ ആണെന്ന് മനസ്സിലായാൽ ഞാൻ എന്താണ് ചെല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, നീ ഈ ദിക്ർ ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നി അഫുവ്വ തുഹിബ്ബുൽ അഫ്വ ഫഊഫു അന്നി. മുൻഗാമികൾ ലൈലത്തുൽ ഖദറിനെ വരവേൽക്കാൻ ഒരുങ്ങി തയ്യാറാകുമാറുണ്ടായിരുന്നു. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 1000 ദിർഹം വിലയുള്ള ഒരു വസ്ത്രമുണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ മഹാനവറുകൾ അത് ധരിക്കാറുണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ സാബിത്ത് റളിയല്ലാഹു അൻഹുവും ഉമൈദ് റളിയല്ലാഹു അൻഹുവും അവരുടെ പള്ളികളിൽ സുഗന്ധപൂരിതമാക്കുകയും കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശുകയും ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു, ലൈലത്തുൽ ഖദർ പ്രകാശമുള്ള രാത്രിയായിരിക്കും. അമിത ചൂടോ തണുപ്പോ ഉണ്ടാകില്ല. അതിൽ കാറ്റോ മഴയോ മേഘമോ ഉണ്ടാകില്ല. അതിൽ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയപ്പെടുകയില്ല. അതിൻ്റെ പകലിൻ്റെ അടയാളം സൂര്യനുദിക്കുമ്പോൾ അതിന് കിരണങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. ഉദിപ്പ് കിരണങ്ങൾ ഉണ്ടാകില്ല എന്നതിൻ്റെ വ്യാഖ്യാനം. പൂർണ്ണചന്ദ്രനെ പോലെയായിരിക്കുക ഉദിക്കുക. വിനയത്തിൽ പറയുന്നു, പ്രസ്തുത രാത്രി നായ കുരക്കുന്ന ശബ്ദം കേൾക്കില്ല. ഔലിയാക്കൾക്കും നല്ല വിശ്വാസികൾക്കും അള്ളാഹുമായുള്ള ബന്ധത്തിനനുസരിച്ച് ലൈലത്തുൽ ഖദറിലെ അത്ഭുതങ്ങൾ ദർശിക്കാൻ സാധിക്കും. അബ്ദത്ത് ബിൻ അബീ ലുബാബ റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാൻ 27 രാവിൽ ഞാൻ കടലിലെ വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ അത് ശുദ്ധജലത്തിൻ്റെ രുചിയായിരുന്നു. ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു. ഒരിക്കൽ അടിമ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാന, ഈ മാസത്തിലെ ഒരു രാത്രി കടലിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെടാറുണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആ രാത്രിയാൽ നീ എന്നോട് വിവരം പറയണം. അങ്ങനെ പ്രസ്തുത രാത്രിയായപ്പോൾ അടിമ വിവരം പറഞ്ഞു. അത് റമദാൻ 27 ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ നിന്ന് നിസ്കരിക്കുവാൻ പ്രയാസമുള്ളവൻ പ്രതിഫലങ്ങൾ ധാരാളം ലഭിക്കുമെന്ന് ഈ ഹദീസിൽ വന്ന കാര്യങ്ങൾ പാരായണം ചെയ്യൽ അത്യാവശ്യമാണ്. ആയത്തുൽ കുർസി ഓതുക ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. അന്നഹ അഫ്ളലു ആയത്തുൽ ഖുർആൻ. ആമന റസൂൽ ഓതുക. സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ ആണവ. ഒരാൾ രാത്രിയിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അതവൻ മതിയാകുന്നതാണെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. മൻ കാമ ബിഹിമ ഫി ലൈലത്തിൽ കഫത്താഹു. സൂറത്തുൽ സൽസല ഓതുക. അത് ഖുർആനിൻ്റെ പകുതിയാണെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. അന്നഹ തഹദിലു നിസ്ഫൽ ഖുർആൻ. സൂറത്തു കാഫിറൂന ഓതുക. ഖുർആനിൻ്റെ 4/1 ഹദീസിൽ വന്നിരിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഖുർആനിൻ്റെ 3/1 ഹദീസിൽ വന്നിരിക്കുന്നു. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. യാസീൻ ഖുർആനിൻ്റെ ഹൃദയമാണെന്നും അതൊരു കാര്യത്തിന് വേണ്ടിയാണോ അതിനെ ഓതപ്പെടുന്നത് അതിനുള്ളതാണെന്നും ഹദീസിൽ വന്നിരിക്കുന്നു. അന്നഹ കൽബുൽ ഖുർആനി വ അന്നഹ ലിമാ ഖുരിഅത് ലഹു. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തസ്ബീഹ് അധികരിപ്പിക്കുക, ഹംദ് അധികരിപ്പിക്കുക, തഹ്ലീൽ അധികരിപ്പിക്കുക, മറ്റു ദിക്റുകൾ അധികരിപ്പിക്കുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വന്തത്തിനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തന്നാൽ സാധ്യമാകുന്ന ധർമ്മം ചെയ്യുക, തെറ്റുകളിൽ നിന്ന് അവയവങ്ങളെ സംരക്ഷിക്കുക. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഇശാവും സുബഹിയും ജമാഅത്തായി നിസ്കരിച്ചാൽ പ്രസ്തുത രാത്രി നിസ്കരിക്കുന്നതിനത് മതിയാകുന്നതാണ്. ഹദീസിൽ വന്നിരിക്കുന്നു, ഒരാൾ താഴെ കൊടുത്ത ദിക്ർ 3 തവണ ചൊല്ലിയാൽ അവൻ ലൈലത്തുൽ ഖദർ നേടിയവനെ പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീമു സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഹി വ റബ്ബിൽ അർശിൽ അലീം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കാര്യങ്ങൾ എല്ലാ രാത്രിയും ചെയ്യൽ അത്യാവശ്യമാണ്.